ഹലോ ഗൈസ്, ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മളൊക്കെ വ്യത്യസ്തമായ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ വലിയ രീതിയിൽ അഭിമുഖീകരിക്കുന്നൊരു മുഖ്യ വിഷയമാണ് ഈ വല്ലാത്ത മൈലേജ് ഷോട്ട്, അതുപോലെ എഞ്ചിൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡാമേജ് വരുന്നൊക്കെ വിഷയം. അപ്പോൾ അത്തരം വിഷയങ്ങൾക്ക് ഒരു ജർമ്മൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 40% നമുക്ക് ഇന്ധനം ലാഭിക്കാനൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു പുതിയ ടെക്നോളജി ചെയ്യുന്നതായിട്ട് യാത്രയിൽ ശ്രദ്ധയപ്പെട്ടാണ്. എന്തായാലും ആ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കഴിക്കുക ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കൊഴുപ്പ് വന്ന് നമ്മുടെ ശരീരമൊക്കെ നമ്മൾ ടോട്ടലി ഇങ്ങനെ ഡെല്ലായി വരുന്ന പോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനുള്ളിലും ഒരുപാട് കാലം ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ, ഏത് ഫ്യൂവലാണോ ആ ഫ്യൂവൽ കത്തിയിട്ട് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരു കാർബൺ ഡെപ്പോസിറ്റ് ഒന്ന് അടിഞ്ഞു കൂടും. ഈ അടിഞ്ഞു കൂടുന്ന കാർബൺ ഡെപ്പോസിറ്റ് മൂലം നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ചേഞ്ചസ് വരും. അതായത് നമ്മുടെ എഞ്ചിൻ്റെ ഏറ്റവും ഉൾഭാഗങ്ങളായിട്ടുള്ള കംപ്രഷൻ ചേമ്പർ, പിസ്റ്റൺ, സിലിണ്ടർ, വാൾവ്, ഹെഡ്, അതേപോലെ തന്നെ ടർബോ, EGR, ഇൻലെറ്റ് മാനിഫോൾഡ്, അതിൻ്റെ കാറ്റലിക് കൺവേർട്ടർ, അതേപോലെ തന്നെ നമ്മളെ എഞ്ചിനുള്ളിലേക്ക് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഫ്യൂവൽ, ഈ ഇഞ്ചക്ടറിൻ്റെ ടിപ്പ് ഭാഗങ്ങളിലൊക്കെ ഈ ഒരു കാർബണിൻ്റെ ബിൽഡപ്പ് വന്ന് അടിഞ്ഞു കൂടി നമ്മുടെ ടോട്ടൽ എഞ്ചിൻ്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. അതിനനുസരിച്ച് നമ്മൾ എഞ്ചിനുള്ളിലേക്ക് ഒരു 14:1 എന്നുള്ള റേഷ്യോയിൽ, ആസ്പെക്ട് റേഷ്യോയിൽ നമ്മൾ എഞ്ചിനുള്ളിലേക്ക് എയറും ഡീസലും പ്രോപ്പറായി ചെന്നാലാണ് നമ്മൾ കൊടുക്കുന്ന 1 ml ഡീസൽ ഇല്ലെങ്കിൽ പെട്രോൾ 100% പ്രോപ്പർ കംപ്രഷൻ നടന്ന് നമുക്ക് എഞ്ചിൻ ഔട്ട് ചെയ്യണ മാക്സിമം മൈലേജും മാക്സിമം പവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കാലം വണ്ടി ഓടുമ്പോൾ ഫ്യൂല് കത്തിയിട്ടുണ്ടാവണ ഈ ഒരു കാർബൺ ഡൈ ബിൽഡപ്പ് കാരണത്താൽ എഞ്ചിനുള്ളിലേക്ക് പോകേണ്ട എയർ ടു ഫ്യൂൽ റേഷ്യോ, കംപ്രഷൻ റേഷ്യോ കാര്യങ്ങളൊക്കെ മാറുമ്പോൾ നമ്മൾ കൊടുക്കുന്ന 1 ml ഡീസൽ എഞ്ചിനുള്ളിൽ പോയിട്ട് 100% കത്തണ്ട് കൊടുത്തിട്ട് 60% മാത്രമേ കംപ്രഷൻ നടക്കുള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും, എല്ലാ വണ്ടിക്കും ആ ഒരു മൈലേജും ആ ഒരു പവറും പിക്കപ്പും ആദ്യത്തെ ഒരു സ്മൂത്ത്നെസ്സും വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം കുറഞ്ഞു വരും. ആ ഒരു കണ്ടീഷനെല്ലാം കുറഞ്ഞു വരും. ഇതും പറഞ്ഞാൽ നമ്മൾ ഷോറൂമിലെ സർവീസിൽ ചെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറേ എഞ്ചിൻ ഓയിൽ, എയർ ഫിൽറ്റർ, അപ്പോൾ തന്നെ ഡീസൽ ഫിൽറ്റർ, പെട്രോൾ ഫിൽറ്റർ ഒക്കെ മാറ്റാൻ പറയും. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ആ ഒരു പെർഫോമൻസും പിക്കപ്പും വലിയ മൈലേജ് ഒന്നും പിന്നീട് നമുക്ക് പ്രോപ്പറായി കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിനുള്ളിലുള്ള കാർബൺ ഡെപ്പോസിറ്റിനെ നമ്മൾ 100% സുരക്ഷിതമായിട്ടും നാച്ചുറലായിട്ടും നമ്മുടെ വാഹനത്തിന് ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാക്കാതെ നമ്മൾ ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ 1 മണിക്കൂർ ടു 1.5 മണിക്കൂർ സമയം കൊണ്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് നമ്മൾ എക്സോസ്റ്റ് വഴി കംപ്ലീറ്റ് കാർബൺ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഈ കംപ്ലീറ്റ് കാർബൺ ഒരു നിശ്ചിത സമയത്തിലുള്ള നമ്മൾ എഞ്ചിനുള്ളിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ വാൾവിന്റെ സീറ്റിംഗ്, ചേമ്പർ, ഈ പറഞ്ഞ ഇഞ്ചക്ടറിന്റെ ടിപ്പ് ഭാഗങ്ങളും ഇതിലൂടെയുള്ള ഭാഗങ്ങളിലൂടെ പോണ എയറിന്റെ ഫ്യൂവലിന്റെ റേഷ്യോ, അതിന്റെയൊക്കെ പ്രവർത്തനങ്ങളെല്ലാം 100% പ്രോപ്പറും ക്ലീൻ ആയിട്ടും വരും. പുതിയ എഞ്ചിന്റെ കണ്ടീഷനിലേക്ക് നമ്മൾ റീബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയി പക്ക ഒരു പുതിയ വണ്ടിയുടെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു 1 ml ഡീസൽ എഞ്ചിനുള്ളിൽ അതിന്റെ പ്രോപ്പർ റേഷ്യോയിൽ പോയി കംപ്രഷൻ നടന്ന് നമുക്ക് ആ എഞ്ചിൻ ഔട്ട് ചെയ്യണം മാക്സിമം മൈലേജും പവറും പിക്കപ്പും വലിയ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ച് പഴയ കണ്ടീഷനിൽ കിട്ടും. ഒപ്പം തന്നെ നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിലും നമുക്കൊരു 1000 ഇല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്ററിന് സ്റ്റാർട്ട് ചെയ്യുന്ന എഞ്ചിൻ ലൈഫോട് കൂടി നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇത് ഏതാ ടെക്നോളജി? ഇത് ശരിക്കും ജർമ്മൻ ടെക്നോളജിയാണ്. ജർമ്മൻ ടെക്നോളജിയിൽ നമ്മൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത മെഷീനാണ്. ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂർ ആയിട്ടുള്ള വെള്ളമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ H2O എന്നാണ്. ആ H2O എന്ന് പറഞ്ഞ വെള്ളത്തിൽ നമ്മൾ കറണ്ട് കടത്തി വിട്ട് അതിലൂടെ ഒരുപാട് കംപ്രസറൊക്കെ ഉപയോഗിച്ച് വെള്ളത്തിനെ വിഘടിപ്പിച്ച് H2O എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് ഫോം ചെയ്യുകയാണ് ചെയ്തത്. ഇത് തികച്ചും നാച്ചുറലാണ്. ഈ നാച്ചുറൽ ആയിട്ടുള്ള ഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ എഞ്ചിനുള്ളത്തെ കാർബണൊക്കെ നീക്കം ചെയ്ത് നമ്മൾ ആ എഞ്ചിനെ ക്ലീൻ ആക്കി എടുക്കുക. ഇത് നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് ഒരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇത്. നിങ്ങൾക്ക് ഇതിന്റെ സ്ഥാപനങ്ങളോ എല്ലാം ഉണ്ട്, ഷോപ്പോ? നമുക്ക് ഓഫീസ് നമ്മൾ വരുന്നത് തിരൂരാണ്. തിരൂര് മലപ്പുറം ജില്ലയിൽ നമ്മൾ തിരൂരിലെ പയ്യനങ്ങാടി എന്ന് വരും. തിരൂരിൽ നമ്മൾ മലപ്പുറം കോട്ടക്കൽ റൂട്ടിലേക്ക് 1 കിലോമീറ്റർ വന്നാൽ അവിടെ പയ്യനങ്ങാടി നമുക്ക് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഒരു റിലയൻസിന്റെ പമ്പിനോട് ചേർന്ന ഒരു മാരുതിന്റെ ഒരു എമോട്ടോർ ഷോറൂം ഉണ്ട്. ആ ഷോറൂമിന്റെ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്ഥാപനം. പേരെന്തായിരുന്നു? ഒരു എഞ്ചിൻ കാർബൺ ക്ലീനിങ് കെയർ എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. രാവിലെ ഒരു 10 മണി ടു വൈകിട്ട് 9 മണി വരെ ഉണ്ടായിരിക്കും. 1 മണിക്കൂർ ടു 1.5 മണിക്കൂറാണ് നമുക്ക് പ്രോസസ് ചെയ്യാനുള്ള മാക്സിമം സമയം വരുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്കൊരു 2,000-നുള്ളിലായിട്ടാണ് വരുന്നത്. 2,000-നുള്ളിലായിട്ട്. അതിൽ നമുക്ക് ഓരോ വണ്ടിക്ക് ഓടിയ കിലോമീറ്റർ, എഞ്ചിന്റെ CC, അതിന്റെ ആ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വേരിയേഷൻ വരും. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ സൈറ്റിൽ പോയി ചെയ്യുന്നുണ്ട്? സൈറ്റിലും പോയി ചെയ്യുന്നുണ്ട്. അവിടെ സൈറ്റിലെ മെമ്മറൈസ് നമ്മൾ കാണുന്നത്. നമ്മൾ ചില കസ്റ്റമേഴ്സിന് ലൊക്കേഷനിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് വർക്കുള്ളവര്, അതേപോലെ തന്നെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളവർ, അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് വരാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ലൊക്കേഷനിൽ പോയി ചെയ്ത് കൊടുക്കും. നിങ്ങൾ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാർഡ് ഉണ്ടോ? അതോ കാർഡ് കാര്യങ്ങളുണ്ട്. നമ്പർ വേണമെങ്കിൽ പറഞ്ഞു. നമ്പർ ഒന്ന് പറഞ്ഞോളൂ. നമ്പർ വരുന്നത് നമുക്ക് 8075 80 22 95. ഇതാണ് നമ്മുടെ നമ്പർ വരുന്നത്. അതിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നമുക്ക് ഏത് സമയത്ത് ചെയ്താലും അതിൻ്റെ ജസ്റ്റ് ഉള്ള എനിക്ക് കാർഡ് ഒന്നും ഞാൻ അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു. താങ്ക് യു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നോക്കുക. അത്രയും കാര്യങ്ങളൊക്കെ, വ്യത്യസ്തമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ വർക്കൗട്ട് ആകണമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെ. തീർച്ചയായിട്ടും നമ്മൾ അപ്പോൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദം എന്ന കാഴ്ചപ്പാടിലാണ് ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ ചാനലുമായിട്ട് ഒരു നേരം സംസാരിച്ചതിന് ഒരു പ്രത്യേകം നന്ദിയായിരിക്കുന്നു. താങ്ക് യു.